നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. ആർക്കൈവൽ സ്റ്റഡീസ് എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് യൂണിറ്റിന്റെ പേര് ഫങ്ഷൻസ് ഓഫ് ആർക്കൈവ്സ്, ആർക്കൈവ്സിന്റെ ധർമ്മങ്ങൾ. അപ്പോൾ ആർക്കൈവ്സ് എന്താണ്, ആർക്കൈവ്സിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ, മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കുറച്ചുകൂടി ഒന്ന് വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത്. അതായത് ആർക്കൈവ്സിന്റെ ഫങ്ഷൻസ്, പ്രവർത്തനങ്ങൾ. ആർക്കൈവുകളുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ താഴെ പറയുന്നതാണ്. ഒന്നാമത്തേത് രേഖകളുടെ ശേഖരണമാണ്. അതായത് സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങളെ, വ്യക്തികളെ, ഇത്തരം വ്യക്തികളിൽ നിന്നും ഒക്കെയുള്ള അല്ലെങ്കിൽ കക്ഷികളിൽ നിന്നുള്ള ചരിത്രപരമായിട്ടുള്ള രേഖകൾ കളക്ട് ചെയ്യുക, അതിനെ സൂക്ഷിച്ചു വെക്കുക. ഇതാണ് ആർക്കൈവ്സിന്റെ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. അതായത് ചരിത്ര പ്രാധാന്യമുള്ള രേഖകളുടെ മൂല്യം ചോർന്നു പോകാതെ അത് സൂക്ഷിച്ചു വെക്കുക. ദെൻ രേഖകളുടെ മൂല്യനിർണ്ണയമാണ്. അതായത് അതിന്റെ ഒരു അപ്രൈസൽ ഓഫ് റെക്കോർഡ്സ്, അതിന്റെ മൂല്യനിർണ്ണയം. എല്ലാ രേഖകളും ഒന്നും സ്ഥിരമായിട്ടൊന്നും സൂക്ഷിക്കാറില്ല. ചരിത്രപരവും നിയമപരവും ഒക്കെ ആയിട്ട് പ്രത്യേക പ്രാധാന്യമുള്ള രേഖകളാണ് ഇപ്രകാരം സൂക്ഷിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ചരിത്ര രേഖയുടെ മൂല്യം എന്നുള്ളത് നിശ്ചയിക്കപ്പെടേണ്ടതുണ്ട്. അപ്പൊ അത്തരം പ്രവർത്തനങ്ങൾ കേസിൽ നടത്തും. അതിന് ബന്ധപ്പെട്ട മ്യൂസിയോളജിസ്റ്റുകളും ആർക്കിയോളജിസ്റ്റുകളും അതുപോലെ ഹിസ്റ്റോറിയൻസും ഒക്കെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരുടെ എല്ലാം സേവനം ആർക്കൈവ്സ് പ്രയോജനപ്പെടുത്താറുണ്ട്. മൂന്ന് രേഖകളുടെ സംരക്ഷണമാണ് പ്രിസർവേഷൻ. ഈ പ്രിസർവേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇത് അനേക വർഷങ്ങൾ, പ്രത്യേകിച്ച് നൂറ്റാണ്ടുകളൊക്കെ പഴക്കമുള്ള പല രേഖകളും ഉണ്ടാവും. ഈ പേപ്പർ കണ്ടന്റ് ആയിട്ടുള്ള രേഖകളൊക്കെ ഉണ്ടാവും, അല്ലെ? അപ്പോ ഇത്തരം രേഖകൾക്കൊക്കെ കാലപ്പഴക്കം കൊണ്ട് ടിയർ ആൻഡ് വിയർ ഒക്കെ സംഭവിക്കും, നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചു പോകാറുണ്ട്, കീറിപ്പോകാറുണ്ട്, പഴകിപ്പോകാറുണ്ട്, ദ്രവിച്ചു പോകാറുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ കേടാവാതെ നമുക്ക് ലഭിച്ച അതേ രീതിയിൽ ഇത് നിലനിർത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പല ടെക്നിക്സ് യൂസ് ചെയ്യാറുണ്ട്. ആ ടെക്നിക്സുകൾ നമുക്കിനി ഇവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. താപനില നിയന്ത്രിച്ച്, ഈർപ്പം നിയന്ത്രിച്ച്, കീടനാശിനികൾ, ഈ പെസ്റ്റുകളൊക്കെ ഇതിനെ ആക്രമിക്കാറുണ്ട്. ഇപ്പൊ ഓലയിലൊക്കെ എഴുതിയ രേഖകളൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ ഓലയൊക്കെ ചില ജീവികളൊക്കെ ഭക്ഷിക്കും, അത് നശിപ്പിക്കാറുണ്ട്, ഓട്ട വീഴാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ ചില പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് കീടനിയന്ത്രണം ഒക്കെ നടത്തിയിട്ടാണ് ഇത് സൂക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഡിജിറ്റൽ പകർപ്പുകൾ ഉണ്ടാക്കി വെക്കും.